പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് സഹായിക്കുന്നല്ലോ, ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നല്ലോ. പുതിയ വർഷം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ വർഷം നമ്മൾ കേട്ട ദൈവിക ആലോചന വചനത്തിൽ നിന്ന് എത്ര പേർ ഓർക്കുന്നുണ്ട്? കഴിഞ്ഞ വർഷത്തെ ദൈവിക ആലോചന എന്താന്നുള്ളത് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഏത് വചനമായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട് 2024 ആരംഭിച്ചപ്പം തുടങ്ങിയത് ഏത് വാക്യായിരുന്നു? ഓർമ്മയുണ്ടോ? എന്റെ വിശ്വാസ ജീവിക്കുന്നത് റോമർ 1:17. ഒന്നും കൂടെ ഞാൻ ചോദിക്കുന്നു, ഏത് വാക്യം ഓർക്കുന്നുണ്ടായിരുന്നോ? ഇനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ വർഷത്തിലെ വന്നുകൊണ്ടിരിക്കും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം മഹത്വം തന്നെ. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത്. അപ്പോൾ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അപ്പോൾ ഈ വാക്യമാണ് കേട്ടത്. നവംബർ മാസം ഈ ഒരു വാക്യം എൻ്റെ കൈവശം കിട്ടുന്ന സമയത്ത് നോക്കുന്ന വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് എനിക്ക് ആ വാക്യം കിട്ടുന്നത്. ഞാൻ കുടുംബത്തിൽ ഈ വാക്യം കിട്ടുന്നത്. ഞാനത് ഷെയർ ചെയ്തു. എൻ്റെ മനസ്സിൽ ആ വാക്യം, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വചനം കിട്ടിയാൽ ഞാൻ ആ വാക്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കില്ല. പല പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ആ വചനം പറഞ്ഞു, കർത്താവ് എന്നോട് ഈ വർഷം സംസാരിച്ചത് ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നത് ഇത്ര ആൾക്കാരൊന്നുമില്ല, 10, 30, 35, 40 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. എനിക്ക് തോന്നുന്നത് 100 പേര് പോലും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് കർത്താവോട് പറഞ്ഞു, ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു, ഇത് വിശ്വസിച്ചു, ഇത് പറയാൻ തുടങ്ങി. വലിയ കാര്യങ്ങൾ നടക്കി. നമ്മൾ 2024 അവസാനം വൻ കാര്യങ്ങളെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ, എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല, നിങ്ങൾ പലരും മറന്നുപോയ ആ വാക്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങളത് ഓർത്തെന്ന്. പക്ഷേ ഞാനത് ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വലിയ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. വൻ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഇടയാക്കി. അപ്പോൾ ഈ വർഷവും നമ്മൾ കേൾക്കുന്ന ഒരു വചനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓരോ വർഷവും കേൾക്കുന്ന വചനം നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ വചനത്തിലൂടെ ദൈവം നമുക്ക് ജീവിതത്തിൽ വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ ശക്തനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വചനം ഇതായിരുന്നു, എന്നെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം വിശുദ്ധ മാതാവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന വാക്കുകളാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ആമേൻ. അപ്പോൾ നമുക്കറിയാം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ വചനങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെയും ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. ആമേൻ. അപ്പോൾ ഈ വർഷം നമുക്ക് പ്രാർത്ഥനയിലേക്ക് തന്നെ പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ഈ വർഷത്തെ വചനം ശ്രദ്ധിച്ചു കേട്ടോണം. ഞാനിത് ഒന്നും കൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം തരാം. ഒന്നും കൂടെ കേട്ടോണം. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും എന്ത് ചെയ്യത്തില്ല, തകർന്നു പോകുവാൻ ഇന്ന് സമ്മതിക്കത്തില്ല. അപ്പം ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് പോലെ ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നു, കർത്താവിൻ്റെ നാമം പരിശുദ്ധം തന്നെ. ആമേൻ. ഈ വർഷം നമ്മൾ കയറുമ്പം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ഇത് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ വർഷം കർത്താവ് ഇടപെടുന്ന വാക്യം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വർഷത്തിലോട്ട് കയറുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥനയിലാണ്ട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാറില്ലെങ്കിലും ഓരോ വർഷവും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ഇന്നലെ ഞാൻ കണ്ട ഒരു സ്വപ്നവും ഇന്ന് എൻ്റെ രാവിലെ ഇടപെട്ട ഈ വചനവുമായിട്ട് വലിയൊരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, ഞാൻ രാവിലെ ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ട വേറൊരാൾ അയച്ച ഒരു വാക്യമാണ്. പക്ഷെ പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഈ വചനം അങ്ങോട്ട് കയറിക്കൂടി. ഈ വർഷം ഈ വാക്യം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. എഴുന്നേറ്റ് പ്രവേശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എഴുന്നേറ്റ്
പ്രകാശിക്കുക. എറൈസ് ആൻഡ് ഷൈൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എഴുന്നേറ്റു പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അപ്പോൾ 2025 കയറുമ്പോൾ ഉറപ്പിച്ചോണം, സകലരും കാണുക നിങ്ങളെ ദൈവം പ്രകാശമാക്കി നിർത്താൻ വേണ്ടി പോകുന്നു എന്ന വാഗ്ദത്തമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, 3-ാം വാക്യം, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയ ശോഭയിലേക്കും വരും. അതിൻ്റെ അർത്ഥം അതിനെന്നറിയോ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനേക യേശുവിനെ അറിയാത്ത ജനങ്ങൾ നിങ്ങളിലൂടെ യേശുവിനെ കാണാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും തകർന്നിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതം നാശത്തിലിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളിലേക്ക് അനേകരെന്തി. നിങ്ങൾ ആ വാക്യം നോക്കിയേ, ജാതികൾ നിന്റെ, ഇതൊറ്റ വാക്യത്തിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആത്മീയമായും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഈ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്നും വരും, നിന്റെ പുത്രിമാർ പാർശ്വത്തിങ്കിലേക്ക് വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കലേക്ക് ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. ശ്രദ്ധിച്ചോണം, സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഈ വചനം, ഇന്ന് ഞാൻ അധികം സമയം എടുക്കുന്നില്ല, എനിക്ക് ഇന്നിവിടെ വൈകിട്ട് നമുക്ക് പ്രെയർ ഉണ്ട്. അപ്പോൾ എങ്കിലും പെട്ടെന്ന് ഞാൻ ആ വാക്യം ഒന്ന് പരിചയപ്പെടുത്തി അങ്ങ് ഇവിടെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ വചനം ആഴമായിട്ട് ധ്യാനിക്കേണ്ട വചനമാണിത്. കാര്യം 2025 കയറുമ്പോൾ ഈ വചനത്തിലുള്ള സകല നന്മകളെയും നമ്മുടെ ജീവിതത്തിൽ കാണാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. ഇവിടെ കേട്ടോണം, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയശോഭയിലേക്കും വരും. നമ്മൾ അങ്ങോട്ട് പോകണ്ട. അപ്പൊ ജാതികൾ എൻ്റെ പ്രകാശത്തിലേക്ക് വരുമെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അപ്പൊ ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഇതൊരു പ്രവചനമാണ്. യശയ്യാവ് ഇത് പറയുന്ന സമയത്ത് ഇത് വരാൻ പോകുന്ന ഒരു പ്രവചനമാണ്. ജാതികൾ, നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ മതി, യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ മേൽ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവർ ലജ്ജിച്ചു പോയില്ല എന്നൊരു വാക്യമുണ്ട്. അപ്പൊ കർത്താവിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശമാകും, അവർ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് കർത്താവിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ മുഖം പ്രകാശം. അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ടൊന്ന് ചേർന്നിരുന്നാൽ നിങ്ങളുടെ മേലേക്ക് ആ പ്രകാശം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അതിൻ്റെ അർത്ഥം ഈ വരുന്ന വർഷങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന എന്നാണെന്നറിയാവോ? നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രകാശം ജ്വലിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങളുടെ മേൽ ദൈവിക അഭിഷേകം ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ദൈവിക അഭിഷേകം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളിലേക്ക് അനേകർ ആകർഷിക്കുവാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത്, പല ദൈവപ്രവർത്തികൾ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നമ്മുടെ യോസെഫിൻ്റെയും ഈ മറിയയുടെയും യാക്കോബിൻ്റെയും സഹോദരനായ യേശു അല്ലേ എന്ന് യേശുക്രിസ്തുവിനെ പലരും പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ രാജാക്കന്മാരും ശതാധിപന്മാരും പ്രഭുക്കന്മാരും പരീശന്മാരും കാത്തിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് യേശുവിനെ അംഗീകരിക്കാത്തവർ നിൽക്കുമ്പോൾ മറുസ്ഥലത്ത് വലിയൊരു കൂട്ടം എന്ത് ചെയ്യുന്നു? അവിടെ പുറത്തേക്ക് വരികയാണ്. വലിയൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തേക്കുവാണ്? യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ മേലുള്ള പ്രകാശം ഒന്ന് ജ്വലിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾ അനേകരുടെ അടുക്ക പോയിട്ട് കൈ നീട്ടേണ്ട കാര്യമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ 2025 നിങ്ങൾ പുതിയ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം? കയറണം. ഞാൻ പറഞ്ഞത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടൊന്നും ചാടി പോകാതെ, വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെറിയൊരു അല്പത്തിലൊന്ന് വിശ്വസ്തനാകണം. വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ താഴേക്കൊരു വാക്യം കൂടെ വായിക്കുമെന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നോക്കി, യേശുവോട് സംസാരിച്ചത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും.
ശ്രദ്ധിച്ചോണം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മറ്റു സ്ഥലത്ത് യേശു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ ഞാനാകുന്ന വെളിച്ചം നിങ്ങളുടെ മേൽ പ്രകാശിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആമേൻ. അപ്പൊ വെളിച്ചത്തിന്റെ പ്രത്യേകത യേശു കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വിളക്ക് കത്തിച്ചിട്ട് ആരും പറയിൻ കീഴിൽ വെക്കാറില്ല, തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പൊ ഈ തണ്ടിന്മേൽ വെക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, എല്ലാവർക്കും കാണാൻ പറ്റും. 2025 ശ്രദ്ധിച്ചോണം, അടുത്ത വാക്യത്തിൽ നിങ്ങൾ നോക്കണം. യെശയ്യാവിന്റെ 60 ഞാൻ മടങ്ങി വന്നോട്ടെ, അവിടെ നോക്കുവാണ്. ഇവിടെ നോക്കിയേ, സമുദ്രത്തിലെ ധനം നിന്റെ മേലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. അപ്പം പലപ്പോഴും ഞാൻ പറയാറില്ല, നമ്മൾ കർത്താവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ നന്മ നമ്മുടെ പുറകെ വരും, ദൈവപ്രവർത്തികൾ നമ്മുടെ പുറകെ വരും. ഈ ദിവസങ്ങളിൽ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണം. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിഘണ്ടുവിലില്ല, ദൈവത്തിൻ്റെ പ്ലാനിലില്ല. ആമേൻ. അപ്പം നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശമാണ്. അപ്പം യെശയ്യാവിൽ പറയുകയാണ്, എറൈസ് ആൻഡ് ഷൈൻ. നിങ്ങൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പം ഇനി നോക്കിക്കണം, എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പം എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമാണ്. നിങ്ങൾ എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമാണ്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിളക്ക് കത്തിച്ചിട്ട് ആരും എന്ത് ചെയ്യാറില്ല, പറയിൻ കീഴിൽ വെക്കാറില്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്. പറയിൻ കീഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെക്കാറില്ല. കാര്യം വെളിച്ചത്തിനൊരു പ്രത്യേകത, അത് മുകളിലേക്ക് കൊണ്ടുവെക്കണം, എന്നാലേ അത് പ്രകാശം എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എണീക്കുവാൻ ശ്രമിക്കണം. ഈ എണീക്കുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നിങ്ങളൊന്ന് ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, കർത്താവ് ചെയ്യുവാണേ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ 2025 ഞാൻ ഇന്ന് കർത്താവ് അനേകർക്കൊരു പ്രകാശമായി തീരും പ്രഖ്യാപിക്കണം. ഇത് എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ, ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിൽ നിന്നും പുറത്തു വരും. ഞാൻ ഈ മത്തായിൽ നിന്ന് തന്നെയുള്ള വാക്യം നിങ്ങളോട് സംസാരിക്കാൻ ഇടയായിട്ട് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14 മുതലുള്ള വാക്യം ഞാൻ വായിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യം നിങ്ങൾ നോക്കണം. ഞാൻ ഈ പറഞ്ഞ വാക്യം അവിടെയുണ്ട്. 14-ഉം 15-ഉം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ശ്രദ്ധിച്ചോ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമാകും. ശ്രദ്ധിച്ചോണം, വീട്ടിലുള്ള എല്ലാവർക്കും അത് പ്രകാശമാകും. ഒന്നുകൂടെ ഞാൻ പറയാം, വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങൾ പ്രകാശമാകും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഇനി കുടുംബമായിട്ടിരുന്ന കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുക. 2025 മുറുക്ക പിടിച്ചോണം. ഇന്ന് എതിർക്കുന്നവർ, പരിഹസിക്കുന്നവർ, പരാജയപ്പെടുത്താൻ നോക്കുന്നവർ, നിങ്ങളുടെ വീഴ്ച കാണാൻ നിൽക്കുന്നവർ, അവർ കാണെ നിങ്ങൾ പ്രകാശിക്കുവാൻ വേണ്ടി പോകണം. നിങ്ങൾ കെട്ടുപോയ വിളക്കല്ല, ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ചവർ നിങ്ങൾ. ആമേൻ. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇനി നമുക്ക് നേരെ യെശയ്യാവിലോട്ടൊന്ന് പോകാം. യെശയ്യാവിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി അവിടെ കൊടുത്തേക്കുന്ന വചനം കണ്ടോ, എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പം നിങ്ങളിപ്പോൾ ആരാണ്? എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് എൻ്റെ അർത്ഥം എന്തുവാ? എഴുന്നേറ്റ് പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ കെട്ടുപോയവരല്ല. നമ്മളിപ്പോൾ ഒരു വിളക്കിനോട് പറയുക, അല്ലെങ്കിൽ ഒരു വിളക്ക് പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അത് കത്തണം. അത് കത്തിയെങ്കിൽ മാത്രമേ അത് പ്രകാശിക്കത്തുള്ളൂ. അതിൻ്റെ മേൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ അത് പ്രകാശിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ മേലെ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. എങ്ങനെ? യേശുവിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി, അവർ ലജ്ജിച്ചു പോയില്ല എന്ന് വചനം പറയുന്നുവെങ്കിൽ യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിച്ച നിങ്ങൾ ഇരുട്ടല്ല, വെളിച്ചമാണ്. ഈ വെളിച്ചത്തിലേക്ക് നിൽക്കുമ്പോൾ ബൈബിൾ പറഞ്ഞു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലോ. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ട. അപ്പം നമുക്കൊരു സെപ്പറേറ്റ് വാക്ക് ദൈവം പറയുകയാണ്, നിന്റെ മേലോ യഹോവ ഉദിക്കും. ഇവിടെ ഉദിക്കും എന്ന് പറയുക, അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം അത് വന്നിട്ടില്ലായിരുന്നു. യെശയ്യാവിൽ ഇത് പറയുന്ന സമയത്ത് യേശു ക്രിസ്തു എന്ന ലോകത്തിൻ്റെ വെളിച്ചം, യേശു പറഞ്ഞില്ല ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നു എന്ത് ചെയ്യത്തില്ല, ഇരുട്ട് നടക്കത്തില്ല. അപ്പം ഇത് വരാത്തോടത്തോളം കാലം യെശയ്യാവ് 60 വിളിച്ചു പറഞ്ഞു, യഹോവ ഉദിക്കും. ഉദിച്ചിട്ടില്ല കേട്ടോ,
ഉദിച്ചു എന്ന് എഴുതേണ്ട സ്ഥാനത്ത് ഉദിക്കുമെന്നാക്കി. അപ്പോൾ ഉദിച്ചിട്ടില്ല. എന്നിട്ട് പറയാം അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും, ആയിട്ടില്ല. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയശോഭിലേക്കും വരും, വന്നിട്ടില്ല. എന്നാൽ ബൈബിൾ പറയുന്നു കർത്താവായ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കത്തില്ല. യോഹന്നാൻ 1 പറയുന്നു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇതാണ് യെശയ്യാവ് പറഞ്ഞുകൊണ്ടിരുന്നത്, യഹോവ നിന്റെ മേൽ ഉദിക്കും. ഇത് വന്നുകൊണ്ടിരിക്കുക ലോകത്തിലേക്ക്. 1 യോഹന്നാനിൽ പറഞ്ഞതാണ് ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ യേശു കർത്താവ് എന്ന് സ്വീകരിച്ച ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ പറയുന്നു, നിങ്ങൾ ഇരുട്ടല്ല, നിങ്ങൾ വെളിച്ചമാണ്. നിങ്ങൾ ചെല്ലുന്നിടത്ത് അന്ധകാര ശക്തികൾ തകരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ഇനി കൺമുമ്പിൽ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, നിങ്ങൾ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കുടുംബക്കാർ, ഇവരുടെ ഒക്കെയും നടുവിൽ നിങ്ങളിലെ പ്രകാശം വെളിപ്പെട്ട് അവരുടെ അന്ധകാരങ്ങൾ വിട്ടുപോകുന്നത് കാണാൻ വേണ്ടി പോവുക. അവരുടെ അന്ധകാരങ്ങൾ നിങ്ങളെ വിട്ട് മാഞ്ഞു പോകുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പ്രകാശം വന്നാൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ ഈ നാട്ടിൽ ഈ ചെറിയ ഈച്ചയുണ്ട്. ലൈറ്റും വെട്ടം കണ്ടാൽ അതിലേക്ക് ഇങ്ങനെ ഓടി വരുന്ന ഈച്ചകളെ കണ്ടിട്ടുണ്ടോ? നമ്മൾ എത്ര ഓടിച്ചാലും അത് പോകത്തില്ല, എത്ര അതിനെ ആട്ടി ഓടിച്ചാലും അത് പോകത്തില്ല, എത്ര നിങ്ങൾ നോക്കിയാലും പോകത്തില്ല. അത് പോകാൻ ഇനി ഒറ്റ വഴിയുള്ള ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്താൽ ഈയാമ്പാറ്റ എല്ലാം ഓടിപ്പോവും. ഇത് ഓണാക്കിയാൽ ഇത് പിന്നെയും വരും. അപ്പൊ ഇതിന്റെ വിഷയം എന്തുവാ? ലൈറ്റാണ്. ഇതിന്റെ വിഷയം വെളിച്ചമാണ്. അപ്പൊ ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെ എത്ര ഓടിച്ചാലും പോകത്തില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനോട് ചോദിച്ചാൽ നീ എന്തിനാണ് നിന്നെ ഇത്ര ഓടിച്ചിട്ടും നീ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം? അത് പറയും വെളിച്ചമുള്ളിടത്തേക്ക് എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഈ വചനം നിങ്ങൾ നോക്കിക്കേ. ഈ വചനം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ നമുക്ക് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കലേക്ക് ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. ഈയാമ്പാറ്റ വരുന്നത് പോലെ, ആ വെട്ടത്തിലേക്ക് ഇത് വന്നിങ്ങനെ ആകർഷിക്കുന്നത് പോലെ, ആ പ്രാണികൾ വന്ന് അതിലേക്ക് പറ്റിപ്പിടിക്കുന്നത് പോലെ നന്മയും ധനവും സമ്പത്തും ആരോഗ്യവും ഉയർച്ചയും തേജസ്സും മാനവും സകലതും, ഇതിന്റെ പുറകെ നിങ്ങൾ ഇനി ഓടണ്ട, സകലതും നിങ്ങളുടെ പുറകെ വരും. ഹല്ലേലൂയ. നിങ്ങളുടെ പുറകെ വരുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ വചനം പറയുന്നു യഹോവ നിന്റെ മേൽ ഉദിക്കുമെന്നല്ല, ഇപ്പൊ ഉദിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം എൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യശയ്യാവ് 53 വായിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ 53 കഴിഞ്ഞു, 54 പറയുന്ന യേശുവിനെ പറ്റി, 56 പറയുന്ന യേശുവിനെ പറ്റി, 60-ാം അധ്യായത്തിൽ യശയ്യാവ് പറയുകയാണ് യഹോവ ഉദിക്കും, യഹോവ ഉദിക്കും. ഇനി ഞാൻ മത്തായിലേക്കൊന്ന് മടങ്ങി വരാം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 8 പറയുന്നതുകൊണ്ടാണ് യേശു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആദ്യം യേശു പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനായിത്തീരും. ശ്രദ്ധിച്ചോണം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. അടുത്ത വാക്യത്തിൽ മത്തായിൽ പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. യേശു ആദ്യം പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഇപ്പോൾ നിങ്ങൾ ആരാണ്? ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ചോദിച്ചോട്ടെ, യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം, പിന്നെ എങ്ങനെയാ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായത്? ഒന്ന് പറഞ്ഞു തരാവോ? എന്താ അവിടെ സംഭവിച്ചത്? യേശു നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. അതായത് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു, വെളിച്ചം നിങ്ങളുടെ അകത്ത്. ഈ യശയ്യാവിന്റെ 60 വചനം നിവർത്തിയായിരിക്കും നാം രക്ഷിക്കപ്പെടുമ്പോൾ. പക്ഷെ നമ്മൾ പലപ്പോഴും ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മളാകുന്ന വെളിച്ചം ഇപ്പൊ കൊട്ടയ്ക്കകത്ത് കയറിയിരിക്കുക. ഇതിനി അവിടുന്ന് തട്ടി മാറ്റിയിട്ട് അത് ആ പറയിൻ കീഴിൽ നിന്നും തണ്ടിന്മേലോട്ട് കയറണം. അതെൻ്റെ ഡ്യൂട്ടിയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ വിളിച്ചു പറയണം, ഈ വചനങ്ങൾ വിളിച്ചു പറയണം. ഞാൻ ഇന്ന് ജാതികൾ എന്ത് ചെയ്യുന്നു? കൂരിരുട്ടിൽ. ആ വാക്യം ഞാനൊന്ന് വായിക്കാവേ. 60-ാം വാക്യത്തിൽ പറയുന്നു ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉഭയശോഭയിലേക്കും വരും. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണം, നിങ്ങൾ സ്പെഷ്യലാണ്. ദൈവത്തെ വിളിക്കുന്നവന് സ്പെഷ്യലാണ്. എല്ലാവർക്കും വഴി അടയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡോർ അവിടെ ഉണ്ടാകും.
നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡോർ അവിടെ ഉണ്ടാകും. ഒത്തിരി പഴയ ഒരു സാക്ഷ്യമാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ സാക്ഷ്യം എന്ന് പറയാം. പണ്ട് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു ശുശ്രൂഷിക്കാൻ വേണ്ടി പ്രാർത്ഥന ഒരുക്കിയ ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ ഇന്ന് റെസ്റ്റ് ചെയ്യുവാൻ ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞു അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. സ്റ്റേ എന്ന് വെച്ചാൽ അന്ന് പകലും വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എന്നോട് അവിടുത്തെ ആൻറ്റിയും ആ ദൈവദാസനും പറഞ്ഞു, മകൾക്ക് MBBS വേണ്ടിയുള്ള ഞങ്ങൾ ഓട്ടത്തിലാണ്, അവർക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു, പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഒന്നും കിട്ടിയില്ല. എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ രീതിയിലും സങ്കടപ്പെട്ടിരിക്കണം. മോള് വലിയ ടെൻഷനിലും ഭാരത്തിലും ഇത്രയും പഠിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അവരുടെ കൂട്ടുകാർക്കെല്ലാം കിട്ടിയില്ല. അപ്പം ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് എനിക്ക് MBBS രീതികൾ എങ്ങനെയാണ്, MBBS കഴിഞ്ഞ് വേറെന്തോ അതിൻ്റെ ഒരു ഹയർ സ്റ്റഡി എന്തോ സംഭവമാണ്, അതിൻ്റെ എന്തോ ഹയർ കോഴ്സ് എന്തോ ഉണ്ടാകും. അപ്പോൾ അതിനി ചാൻസ് ഇല്ല അവർക്ക്. അപ്പം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഇതുമായിട്ടൊരു ബന്ധമില്ല, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ ഒരു കാക്ക് കാണിച്ചു വന്നു. ഒരു സീറ്റ് ഇങ്ങനെ വലിച്ചിട്ട് അതേ കൊണ്ടുവന്ന്, ഞാൻ ഈ മകളെ നേരി കണ്ടിട്ടില്ല, ഈ മകളെ കൊണ്ടുവന്ന സീറ്റ് ഇരുത്തുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചു. ഇവിടെ പരിശുദ്ധാത്മ പറഞ്ഞു, ആ കുടുംബത്തെ നോക്കി പ്രവചിച്ച് പറയണം, ദൈവം നിനക്ക് വേണ്ടി സീറ്റ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കുടുംബത്തിൽ പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞ് പോന്നു. 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ആൻറ്റി വിളിച്ചിട്ട്, ബ്രദറെ പ്രവചനം എല്ലാം മാറിപ്പോയി, സീറ്റും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ബ്രദർ പറഞ്ഞ പോലെ നടന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരുത്തിയിട്ട് പറഞ്ഞു, സഹോദരി, ബ്രദർ പറഞ്ഞ പോലെ നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് എന്നോട് പറഞ്ഞതാണ്. ആരൊക്കെ എന്നെ വാക്കുമാറി, എനിക്ക് നല്ല ഉറപ്പാണ്, ദൈവം എന്നോട് സംസാരിച്ചതാണ്. ഞാൻ ആദ്യം തിരുത്താൻ പറഞ്ഞു, ബ്രദർ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതാണ്. ആ സഹോദരി ഫോൺ വെച്ചു. അതിനുശേഷം 2 മാസം അതിനുള്ളിൽ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ വലിയൊരു അത്ഭുതം, മോക്ക് വേണ്ടി ഒരുക്കി വെച്ചതുപോലെ, ഇങ്ങനെ ആ വാക്ക് സഹോദരി പറഞ്ഞു, ഒരു സീറ്റ് മോക്ക് വേണ്ടി എല്ലാം ക്ലോസ് ആയി, എല്ലാ വഴി അടഞ്ഞു. ഞാൻ സങ്കടത്തോടെ അന്ന് ബ്രദറിനെ വിളിച്ച് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സീറ്റ് മാത്രം മോക്ക് വേണ്ടി ദൈവം ഒരുക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാ ദൈവം. നിങ്ങൾ ആദ്യം പ്രവചിക്കുന്ന പ്രവാചകനെ അല്ല നോക്കേണ്ടത്, ദൈവത്തെ നോക്കി വിശ്വസിക്കണം. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് അവിശ്വാസം എടുത്ത് കളയണം. നിങ്ങൾ സ്പെഷ്യലാണ്. എല്ലാ വഴി അടഞ്ഞാലും ഒരു വഴി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, തിരിച്ചറിഞ്ഞോണം. എത്ര പ്രയാസത്തിലൂടെ കടന്നു പോയാലും പറയണം, എൻ്റെ കുടുംബം അത്ഭുതം കണ്ടില്ലേ, പിന്നെ എൻ്റെ പഞ്ചായത്തിൽ ആരാ അത്ഭുതം കാണാൻ വേണ്ടി പോകുന്നത്? ദൈവത്തെ വിളിക്കുന്നവൻ രക്ഷപ്പെടുകയുള്ളൂ, ദൈവത്തെ വിളിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. വചനം നോക്കി, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ. കണ്ടോ, എനിക്കൊരു സ്പെഷ്യൽ തന്നോണ്ട് അവിടെ, നിന്റെ മേലോ. ഇത് വലിയ പദവി കേട്ടോ, നിങ്ങളുടെ മേലോ എന്നല്ല, നിന്റെ മേലോ. അവിടെ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്തേക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? എണീക്കുന്നവന്റെ മേലേക്ക് ഇത് ഫോക്കസ് ചെയ്യും. ഇന്ന് വിളിച്ചു പറയണം, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം വേണം. എൻ്റെ കുടുംബത്തിൽ ജാതികൾ കാണുമ്പോഴേക്കും ഇരുട്ടിൻ്റെ അകത്തിരിക്കുന്നവരല്ല എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിലേക്ക്, നമുക്കറിയാം, നിങ്ങൾ ഈ നാട്ടുവഴിയിലൊക്കെ പോകുന്ന സമയത്ത്, ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് യാത്ര ചെയ്ത സമയത്ത് കൂരിരുട്ടത്ത് യാത്ര ചെയ്യുക, ആ ഏരിയയിൽ ഒരു വെട്ടം പോലും ഇല്ല. അപ്പം നമ്മൾ നോക്കുമ്പം എവിടെയെങ്കിലും ഒരു ചെറിയ വെട്ടമുണ്ടോ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. എവിടെയെങ്കിലും നോക്കുമ്പോൾ ഏതോ ഒരു വീടിൻ്റെ അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയാം, അവിടെ ആൾതാമസമുണ്ട്, ആളനക്കമുണ്ട്. ഇതേപോലെ അനേകർ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പോവുക. അനേകർ നിങ്ങളെ കുടുംബത്തെ നോക്കിയിട്ട്, അയ്യോ, നിന്റെ കുടുംബത്തിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഈ ഗതി വന്നെന്ന് ഒരുത്തരും ഇനി പറയത്തില്ല. പറഞ്ഞോണം, കർത്താവേ, ഇത് കേൾക്കാനല്ല യേശു എനിക്ക് വേണ്ടി മരിച്ചത്. നിങ്ങൾ സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യണം. അയ്യോ, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിൽ തന്നെ ഈ അവസ്ഥ, ഇത് കേൾക്കാനല്ല കർത്താവ് അങ്ങ് വില കൊടുത്തത്. നിങ്ങളൊന്ന് എണീറ്റേ. നമ്മളിപ്പോൾ അയ്യോഭാവം പോലെ കിടക്കുക അവിടെ. ഓ, എന്നാ ചെയ്യാനാ കർത്താവേ, ഞാനിതെല്ലാം കേട്ടുകൊണ്ട് നിന്റെ നാമത്തിൽ എല്ലാം സഹിച്ച് കിടക്കരുത്, എണീക്ക്. പറയണം, കർത്താവ്, എൻ്റെ കുടുംബത്തിൽ ഇത് കേൾക്കാനല്ല എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ എന്നെ പ്രകാശമാക്കിയത്. നീ എണീറ്റ് പ്രകാശിക്കുക. ഞാൻ നിന്നെ പ്രകാശിപ്പിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ എണീറ്റ് പ്രകാശിക്കുക. റൈസ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞേക്കുന്നത്, നീ എണീറ്റ് പ്രകാശിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് എടുത്തിട്ട്, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ കുടുംബം പ്രകാശമാണ്, എൻ്റെ കുടുംബം ഇരുട്ടല്ല, എൻ്റെ കുടുംബം വെളിച്ചമാണ്, എൻ്റെ തലമുറകൾ വെളിച്ചമാണ്, എൻ്റെ ഭാര്യ ഭർത്താവ് സകലരും വെളിച്ചമാണ്. അനേകർ ഈ വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രാണികൾ പറന്നു വരുന്നത് പോലെ നന്മ എൻ്റെ പുറകയിലോട്ട് വരാൻ പോവുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ ദിവസങ്ങളിലൊക്കെയും വളരെ ആഴമായിട്ട് ധ്യാനിക്കേണ്ട ഒരു വാക്യമാണ്. അടുത്ത വാക്യത്തെ കാണണം, സമുദ്രത്തിലെ ധനം നിൻ്റെ അടുക്കലേക്ക് വരും. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഈ ലോകത്തിലുള്ള
ലോട്ടറി എടുത്തിട്ട് ദൈവം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ കയ്യിൽ ഇതിനേക്കാൾ വലിയ നന്മ ഇരിപ്പുണ്ടെന്നേ. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ വാക്കുകളുടെ സമ്പത്ത് തന്നെ പറഞ്ഞേക്കുന്നത് അത് നിന്റെ അടുക്കലേക്ക് വരും. നമ്മൾ തപ്പിപ്പോകണ്ട, നന്മയുടെ പുറകെ പോകണ്ട, നന്മ നമ്മുടെ പുറകെ വരും. എന്ത് ചെയ്താൽ മതി? ഈ വിളക്കെടുത്തിട്ട് പറയിൻ കീഴിൽ നിന്നും തണ്ടിൻ്റെ മേലേക്ക് വെക്കുക. ഇതിപ്പോൾ മറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു, പലപ്പോഴും നമ്മൾ പേരിന് വിശ്വാസികളാണ്. ഈ സ്റ്റാൻഡേർഡൊക്കെ ഒന്ന് പൊളിയണം. പേരിന് വിശ്വാസിയല്ല, പ്രവൃത്തിയിലെ വിശ്വാസി. നമ്മുടെ ജീവിതം കണ്ട് അനേകർ യേശുവിലേക്ക് വരണം. നമ്മളെ നല്ല ജീവിതം മാത്രമല്ല, നമ്മളിൽ നടക്കുന്ന ദൈവപ്രവൃത്തികൾ. നമ്മുടെ കുടുംബത്തെ നോക്കുന്നവർ പറയും, അയ്യോ എൻ്റെ തലമുറ, എൻ്റെ കൊച്ചുമോൻ വലിയൊരു അതിശയമായിരിക്കുന്നു എന്ന് നാട്ടുകാർ പറയാൻ വേണ്ടി പോകുന്ന രീതിയിൽ കേൾക്കാൻ റെഡിയായിട്ട് നിന്നോണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകൾ, എൻ്റെ യേശു എന്നെ അനുഗ്രഹിച്ചു എന്ന് മറ്റുള്ളവർ പറയണം. അവർ ഓടിക്കൂടണം ഈ വെളിച്ചത്തിലേക്ക്. ഇത് യേശു തന്നെയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്കറിയാവോ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് ലാസറിനെ ഉയർത്തെഴുന്നേറ്റ ലാസറിനെ കാണേണ്ടതിന്, യേശുവിനെ കാണേണ്ടതിന് മാത്രമല്ല, കൂടെ ഉയർത്തെഴുന്നേറ്റ ലാസറിനെയും കൂടെ കാണേണ്ടതിന് അനേകർ എന്ത് ചെയ്തു? അവിടെ വരാൻ തുടങ്ങി. ആമേൻ. അപ്പൊ എന്ത് ചെയ്തോണം? അപ്പൊ ഈ ലാസറിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ആൾക്കാർ വരാൻ തുടങ്ങി. ആമേൻ. ഇവിടെ നിങ്ങൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എണീറ്റിട്ട് പ്രകാശിക്കണമെന്ന് പറ. അപ്പൊ എണീറ്റ് പ്രകാശിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ദൗത്യമാണ്. അപ്പൊ ലാസർ, ഉയർത്തെഴുന്നേറ്റ ലാസറിനെയും യേശുവിനെയും കാണാൻ വേണ്ടി അനേകർ വന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കേട്ടോണം, ഈ ദിവസങ്ങളിൽ എണീറ്റൊന്ന് പ്രകാശം. എങ്ങനെ എണീക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രയാസം വന്ന് നാട്ടുകാർ പറയും, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ പറയണം, ഇതല്ല കർത്താവേ ഞാൻ കേൾക്കേണ്ടത്, ഇതല്ല ഞാൻ കൈക്കൊള്ളേണ്ടത്, ഇതല്ല എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാശിക്കുക. അതിനർത്ഥം അനേകർ ഈ വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളത്. എൻ്റെ കുടുംബത്തിലേക്ക് അനേകർ ഉറ്റുനോക്കുമ്പോൾ പരിഹാസമോ നിന്നയോ പ്രതികൂലമോ അല്ല, അവർ അറിയണം എൻ്റെ വീട്ടിൽ വെളിച്ചം ഉണ്ടെന്നും. ഇരുട്ടിൻ്റെ അധികാരമുണ്ട്, വെളിച്ചത്തിൻ്റെ അധികാരമുണ്ട്. ഇരുട്ടിൻ്റെ അധികാരം പിശാചിൻ്റെതാണെങ്കിൽ വെളിച്ചത്തിൻ്റെ അധികാരം ദൈവത്തിന്. നിങ്ങളുടെ വീട്ടിൽ വെളിച്ചമാവുള്ളൂ. യേശു ഉണ്ടെങ്കിൽ വെളിച്ചമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വരും ദിവസങ്ങളിൽ നമുക്ക് ആഴമായിട്ട് ഈ വചനഭാഗങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കേണ്ടതുണ്ട്. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. 2025 പ്രവേശിക്കുമ്പോൾ എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന യേശുവേ, വലിയ പ്രവൃത്തികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണും, വൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവിനോട് പറയുക, ഒരു ആധാരം എടുത്തിട്ട് ആ ബാങ്കിൽ നിന്ന് അത് അടച്ചു തീർത്തിട്ട് പിന്നെ വേറൊരു ബാങ്കിൽ കൊണ്ടുവന്ന് വെച്ച് പിന്നെയും കടത്തിൻ്റെ മേൽ കടം കയറ്റി വെച്ച് ഇനി ആ വീട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭവനത്തെ നോക്കിയിട്ട് കർത്താവിനോട് പറയുന്നു, ഇങ്ങനെ ആ കുടുംബത്തെ നോക്കി പ്രവചിക്കുവാൻ പറയുന്നു, ഇല്ല, നിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. സാമ്പത്തിക കുരുക്കുകളിട്ട് തകർക്കാൻ നോക്കുന്ന നിങ്ങളെ കുടുംബത്തിൻ്റെ മേൽ ബൈബിൾ പറയുന്നു, ജാതികളുടെ സമ്പത്ത് നിന്റെ ഭവനത്തിലേക്ക് വരും. ഇന്ന് ആരാണോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗരി ഒരു മിനിറ്റ് നിങ്ങളിപ്പം പറയാനുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. അല്ലാത്തവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൽ ആധാരം നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന് കർത്താവ് പറയുന്നു. നന്മ തുറക്കാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത്. 2025 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികളെ ഇന്ന് അവിടെ കൊള്ളുന്നല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നല്ലോ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ടെ കൈവച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും എൻ്റെ അവകാശമാണ്. രോഗത്തിൻ്റെ മേൽ എനിക്ക് ജയം വന്നിരിക്കുന്നു. 2025 ഞാൻ എണീറ്റ് പ്രകാശിക്കുന്ന വർഷമാണ്. 2025 ഞാൻ തകർന്നു പോകുന്ന വർഷമല്ല. 2025 ഇരുട്ടിൻ്റെ അധികാരത്തിൽ പെട്ടുപോകുന്ന വർഷമല്ല. ഞാൻ എണീറ്റ് പ്രകാശിക്കുന്ന വർഷമാണ്. ഈ വർഷം കേറുമ്പോൾ തന്നെ അസാധാരണമായ പ്രവൃത്തികളെ ഞാൻ കാണാൻ വേണ്ടി പോവുക. എന്നെ കാണുന്ന നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എൻ്റെ കുടുംബക്കാരും ഒക്കെയും പറയാൻ വേണ്ടി പോകണം, നീ ഒരു അനുഗ്രഹമാകട്ടോ.
യേശു നിൻ്റെ കൂടെ ഉണ്ടെന്നും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നും നാട്ടുകാർ പറയാൻ വേണ്ടി പോവുക, കാണുന്നവർ പറയാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ആലോചനകളെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ 2025 കർത്താവ് ഞങ്ങളത് ഡിക്ലെയർ ചെയ്യുന്നപ്പോൾ തലമുറകളുടെ മേലേക്ക് കർത്താവ് രാജ്യങ്ങളുടെ നന്മ തുറന്നു വരട്ടെ, രാജ്യങ്ങളുടെ നന്മ തുറന്നു വരട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി തുറന്നു വരട്ടെ. പുതിയ ഭവനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടായി വരട്ടെ, പുതിയ ഭവനങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ പുതിയ വരുമാന മാർഗങ്ങൾ. ഓ യേശുവേ നന്ദി കർത്താവ്. ഈ വാഹനവുമായിട്ട് റിലേറ്റ് ചെയ്ത് കർത്താവ് പറയാം പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാൻ വേണ്ടി, വാഹനവുമായി റിലേറ്റ് ചെയ്ത് ചില വരുമാന മാർഗങ്ങളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ചില കമ്പനികളുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതേ വണ്ടികൾ ഓടുന്ന രീതിയിൽ ദൈവം ചിലതിൻ്റെ ജീവിതത്തെ അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ കർത്താവ് ഒരു സുചിത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. സുചിത്രയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ 2025 എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുന്നൊരു വർഷമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർച്ചയിലൂടെ കടന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് കർത്താവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകാശം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശു പറഞ്ഞത്. ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കർത്താവിന് ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയും ഒരു കയറ്റം കയറി വന്നിട്ട് കയറ്റം കയറി ആ കയറ്റത്തിന് താഴേക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടിരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. 2 ആൺതലമുറകളുള്ള വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ കുടുംബത്തിലുള്ള സഹോദരിക്ക് ഒരു ആങ്ങളയുണ്ട്, ആങ്ങളയ്ക്ക് ഇതേപോലെ തന്നെ ഒരു മകനുള്ള വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആങ്ങളെയും പെങ്ങളെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. അവർ നിമിത്തം ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് 2 പേരും നിമിത്തം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് മാറിപ്പോകട്ടെ. ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അവിടെ ചെയ്യുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നെ കർത്താവ് ഒരു വാക്ക് കാണിക്കുന്ന ഒരു സാമ്പത്തിക കുരുക്കുമായി ബന്ധപ്പെട്ട് വളരെ ഭാരപ്പെടുന്ന ഒരു സുഹൃത്ത് നിമിത്തം ഉണ്ടായ വലിയൊരു കുരുക്കാണ് ആ സാമ്പത്തിക കുരുക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇന്ന് അത് അഴിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ സാമ്പത്തിക കുരുക്കുകൾ, ഒരു സുഹൃത്ത് നിമിത്തം ഉണ്ടായ ചില സാമ്പത്തിക കുരുക്കുകളെ കർത്താവ് ഇന്ന് അഴിച്ചു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് പരിശുദ്ധാത്മാവെ അസാധാരണമായ ശുശ്രൂഷ മേഖലകളെ ഇന്ന് കർത്താവ് ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരുത്തട്ടെ. ഇന്ന് കർത്താവ് 2025 കയറുമ്പോൾ കർത്താവ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ സാമ്പത്തിക കുരുക്കുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു വ്യക്തി നിമിത്തം സാമ്പത്തിക കുരുക്കിൽപ്പെട്ടിട്ട് ആ വ്യക്തി നിമിത്തം ഉണ്ടായ സാമ്പത്തിക കുരുക്ക് നിങ്ങളിപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ തീർത്തിട്ടും തീരുന്നില്ല, നിങ്ങൾ അതിൻ്റെ അകത്ത് പെട്ടുകിടക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്ന ആ വ്യക്തിയെ കൊണ്ട് തന്നെ കർത്താവ് ആ നന്മ തിരിച്ചു കൊണ്ടുവരുമെന്നും നിങ്ങൾ നഷ്ടപ്പെട്ട സമാധാനത്തെ കർത്താവ് മടക്കി തരുത്തുമെന്നും കർത്താവോട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ, സൂമിലാണോ ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ഇന്ന് ചെയ്ത് ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ 2025 കയറുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അല്പത്തിലൊന്ന് വിശ്വസ്തനായിരിക്കണം. ഞാൻ പറയാം, ചെറിയൊരു ബിസിനസ് തുടങ്ങി ചാടിക്കേറി വലിയതിലോട്ട് ഇറങ്ങാതെ അല്പത്തിലൊന്ന് വിശ്വസ്തനായി 2025 ഈ നന്മ കയറാൻ വേണ്ടി പോവുക. ജാതികളുടെ സമ്പത്ത് നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ വേണ്ടി പോവുക. സമുദ്രത്തിലെ ധനം നിങ്ങളുടെ അടുക്കലേക്ക് ചേരാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞ ഈ വചനങ്ങൾ നമ്മൾ പിന്നെയും ധ്യാനിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ആഴമായിട്ട് ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും.
ഈ വർഷം പ്രകാശിക്കുന്ന വർഷമാണ്. ഈ വർഷം പ്രകാശത്തിൻ്റെ വർഷമാണ്. ഈ വർഷം ഇരുട്ടിൻ്റെ വർഷമല്ല. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കുറച്ചു നേരം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കർത്താവ് കാണിക്കുക. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ ശരീരത്തിൽ നിന്നും രോഗശക്തികൾ വിട്ടുമാറുകയാണ്. 2025 രോഗിയായിട്ട് കയറാൻ പറ്റത്തില്ല, രോഗത്താൽ എനിക്ക് കയറാൻ കഴിയത്തില്ല. എത്ര വലിയ രോഗമാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ എത്ര നിങ്ങൾ വചനം ഒന്ന് പറയും, നിങ്ങൾ എല്ലാ ദിവസവും വചനം ഒന്ന് പറയാൻ തയ്യാറെങ്കിൽ ആ വചനം പ്രവർത്തിക്കണം. എണീറ്റൊന്ന് എണീക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്, പ്രകാശിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഡ്യൂട്ടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് ഈ ദിവസം കർത്താവേ, ഈ പുതിയ വർഷത്തിലോട്ട് ചില മണിക്കൂറുകൾ കഴിഞ്ഞ് പുതിയ വർഷത്തിൽ ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങളെ നോക്കി നിൽക്കുന്ന, വെല്ലുവിളിച്ച് നിൽക്കുന്ന, തകർക്കാൻ നിൽക്കുന്ന ഞങ്ങളെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയുണ്ട് അതൊക്കെ ഉടച്ച് തകർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് കയറുവാണ്. അപ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം 7 ജാതികളെ ഇന്ന് കൈവശമാക്കി അവരെ പരാജയപ്പെടുത്തി കനാനിലേക്ക് പ്രവേശിച്ചതുപോലെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട്, ആ ദൈവം വാക്കുമാറാത്തവനായതുകൊണ്ട് എല്ലാ അല്പനേരം പ്രാർത്ഥിച്ച് പുതിയ നന്മയിലേക്ക് കയറാൻ വേണ്ടി ഇപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒരു തങ്കച്ചൻ്റെ ഭവനത്തെ കർത്താവ് തൊടുകയാണ്. തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തങ്കച്ചൻ്റെ ഒരു മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം ഒരു വാക്ക് പറഞ്ഞു, നിന്നകളെ ദൈവം എടുത്തു മാറ്റാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി, ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലാട്ടോ എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് 2025 എടുത്ത് ഞാൻ പറയുന്നു, വാക്തത്വം കേട്ടിട്ട് മറന്നു പോയവരോട് എനിക്ക് പരാതിയില്ല, പക്ഷെ ഓർത്തിരിക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങളത് കാണാൻ വേണ്ടി പോവാം. യേശുവേ നന്ദി കർത്താവേ. നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ കാണുന്ന ഒരു വ്യക്തി ഈ ബാഗിൻ്റെ അകത്ത് ഈ ചെറിയ ബൈബിൾ, വലിയ ബൈബിളല്ല, ചെറിയ ബൈബിൾ വെച്ചുകൊണ്ടിരിക്കുകയും ആ ബൈബിളിൻ്റെ അകത്ത് ഒരു കുറിവാക്യമുള്ള ഒരു കാർഡ്, യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ തന്നെ കുറിവാക്യം വെച്ചിരിക്കുന്ന ഒരു കാർഡ് പോലത്തെ അതായത് ഒരു കാർഡ് ഉദ്ദേശിക്കുന്നത് ഒരു വചനത്തിൻ്റെ ഒരു വെച്ചേക്കുന്ന ഒരു ബൈബിൾ ഞാൻ കാണുവാണ്. എന്നോട് കർത്താവ് പറയുന്നു, ആ വചനം തുറന്നു വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ കാർഡിലൊന്ന് കൈവച്ച് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ നിവൃത്തി കാണാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട്. നിങ്ങൾ ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതി. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇത് സൂമിലും ലൈവിലും ഒരേപോലെ പോകുന്നതുകൊണ്ടാണ്. ഇന്ന് ആരാണോ വേഗം പോയി തപ്പുക, ആ ബാഗ് തുറക്കുക, അതിലെഴുതി വെച്ചിരിക്കുന്ന യശയ്യാവിൻ്റെ പുസ്തകത്തിലെ ആ കാർഡ് എടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുള്ളവർ മാത്രം, ഇപ്പം നിങ്ങളൊന്നും ചെയ്യേണ്ട, പറയാനുള്ളവർ മാത്രം. അത് 60:20 യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും എന്നുള്ള ബുക്ക് മാർക്കാണ് കിട്ടിയത്. സിസ്റ്ററുടെ തന്നെ ഓക്കെ, അത് ഏറ്റെടുത്തു കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ അത് കാണിച്ചെന്നുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. ഇത് നമ്മൾ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക. ഈ വർഷം കർത്താവ് എനിക്ക് പരാജയപ്പെടാൻ പറ്റും, എനിക്ക് വാഗ്ദത്തം കണ്ടേ പറ്റത്തുള്ളൂ. എഴുന്നേക്കുക, ഇത് വലിയൊരു പോയിന്റാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ കിടക്കുക എന്നുള്ളതും എണീക്കുക എന്നുള്ളതും രണ്ട് പദമാണ്. രാവിലെ നമ്മൾ എണീറ്റാലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഓരോ കാര്യം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. കിടക്കുന്നവൻ അവിടെ കിടക്കുന്നുവെങ്കിൽ എണീറ്റ് നീ പ്രകാശിക്കുക. ദൈവം എണീപ്പിക്കാൻ വരത്തില്ല, നമ്മൾ എണീക്കണം. ഈ വർഷം ഒന്ന് എണീറ്റ് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ആക്റ്റീവായിക്കേ. ഒന്ന് കോംപ്രമൈസ് ആകാതെ ഒന്ന് എണീറ്റ്. കിടന്നുറങ്ങുന്നവൻ മടിയനും അലസനുമാണെങ്കിൽ എണീക്കുന്നവൻ അധ്വാനശീലനാണ്, അവൻ ഊർജ്ജസ്വലനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എണീറ്റ് യേശുവിൻ്റെ നാമത്തിൽ 2025 ഇത് എൻ്റെ വർഷമാണ്. 2025 ഇന്ന് ഞാൻ പ്രകാശിക്കുന്ന വർഷമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് നിങ്ങളെ തൊടുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഷെൽഫിൻ്റെ മുകളിൽ വട്ടത്തിലെ ഗ്ലാസ് കൊണ്ടുള്ള, അതായത് വീടിൻ്റെ നടുക്ക് ആ ഷെൽഫെ വെക്കാതെ തന്നെ ഷെൽഫിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വട്ടത്തിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു സംഭവം എന്നെ കാണിക്കണം. അതൊരു ചിത്രം അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഭവനത്തിൻ്റെ അകത്ത് ഒരു ഗതിയും ഉണ്ടാകത്തില്ലെന്ന് പലരും പറഞ്ഞതാണ്. നീ വീട് വിറ്റിട്ട് പൊക്കോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോ, ഇവിടെ നിന്ന് മാറിക്കോ എന്ന് പലരും പറഞ്ഞതാണ്. എൻ്റെ കർത്താവ് ഒരു അടയാളം കാണിക്കുവാണ്. ആ ഷെൽഫ് ഇരിക്കുന്ന വീടിൻ്റെ ഷെൽഫിൻ്റെ മുകളിൽ, ഷെൽഫിൻ്റെ അകത്ത് വെച്ചിട്ടില്ല, ഇത് ഷെൽഫിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിൽ ഈ ഒരു ഗ്ലാസിൻ്റെ വട്ടത്തിലെ സംഭവം വെച്ചേക്കുന്ന ഭവനം പറയുന്നു. എൻ്റെ കർത്താവാണ്, നീ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങണ്ട, അവിടെ തന്നെ ദൈവം നന്മ കാണിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ
എന്ന് കൽപ്പിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ റിലീസ് ചെയ്യുന്നല്ലപ്പ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നവ ഏറ്റെടുത്തോണം. ആ ഭവനം തകരത്തില്ല കേട്ടോ. ആ ഭവനം നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറ അത് ദൈവത്തിൻ്റെതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തികൾ ഓരോന്നായി കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുന്നല്ലോ അപ്പ. ഓരോന്നായി കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുന്നല്ലോ അപ്പ. തകരുവാനോ ദൈവം വിളിച്ചിരിക്കുന്നത്, നശിക്കുവാനല്ല വിളിച്ചിരിക്കുന്നത്, ജീവനിൽ വാഴുവാൻ വേണ്ടിയാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നശിക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരു കാലത്തും തകർന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന അപ്പ. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ ഇന്ന് കുടുംബത്തിൻ്റെ മേൽ, ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അവിടെ കർത്താവ് ഒരു വാക്ക് പറയണേ. കറിയാച്ചെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ഞാൻ ആ വ്യക്തിയെ കാണുന്നില്ല, പക്ഷെ കറിയാച്ചെന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, പല സ്ഥലങ്ങളും വിറ്റ് കളഞ്ഞു, പലതും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ പലപ്പോഴും പെട്ടെന്ന് കുടുംബത്തിൻ്റെ അകത്തോട്ട് കയറിയ സാമ്പത്തിക തകർച്ച നിമിത്തം കുടുംബത്തിൻ്റെ അകത്ത് കുറേ വിറ്റിട്ടും തീരുന്നില്ല. എന്നിട്ടും കുരുക്കുകൾ മാറുന്നില്ല. കറിയാച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര്. ഇനി അത് വിളിപ്പേരാണോ സ്ഥിരം പേര് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ കേൾക്കുന്ന എങ്ങനെയാണ്, ആ ഭവനത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറയണം, ഇനി ഒന്നും വിറ്റു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനി ഒരു നന്മയും തൊലഞ്ഞു പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ആലോചന ഏറ്റെടുക്കുന്നുവെന്ന് ആ ഭവനം ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുരുക്കുകൾ ഇന്ന് അഴിയുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്ന വചനത്താൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് കേട്ടതുപോലെ സമുദ്രത്തിലെ ധനം നിന്റെ അടുക്കിലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കിലേക്ക് വരും. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ, ഈ നിമിഷം തന്നെ കൽപ്പിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവിനെ കാണിക്കുക. ഇതിൻ്റെ അകത്ത് കൂടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ സഹോദരിയായിട്ടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ പേര് ജിഷ എന്നാണ്. ജിഷ എന്ന് വിളിപ്പേരുള്ളൊരു സഹോദരിയുള്ളൊരു വ്യക്തി ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം സഹോദരിയാണ്. ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. 2025 ഇന്ന് അനർത്ഥം വ്യസന കാരണമാകാതെ എൻ്റെ കർത്താവ് കുടുംബത്തിൽ നിന്ന് മരണം നീങ്ങുന്നു. ആ ജിഷയെ കർത്താവ് പൊതിയുന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നു പറയുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ വലിയ പ്രവർത്തികളെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ പറയുന്നു. ഈ ഒക്ടോബർ മാസം 17-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഒക്ടോബർ 17-ാം തീയതി ജനിച്ചൊരു വ്യക്തി, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് കാണിക്കുന്നത് ആ വീടിൻ്റെ മുമ്പിൽ തന്നെ വീടിൻ്റെ മുൻവശത്ത് തന്നെ വലിയൊരു മരം, ഈ മാവ് പോലെ നിൽക്കുന്ന വലിയൊരു മരം, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഒക്ടോബർ 17 ഇന്ന് ആ കുടുംബത്തിൽ ജനിച്ച ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു വിടുതലിനെ ചെയ്യുകയാണ്. ആ വസ്തുവിൻ്റെ മേലുള്ള സകല അവകാശവാദങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുകയാണ്. സിസ്റ്ററുടെ ബർത്ത്ഡേയാ ഏറ്റെടുത്തു ആലോചന ഏറ്റെടുത്തു. കർത്താവിനെ സ്പർശിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് ഈ സമയം വലിയ ആലോചന 2025 വലിയ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ 2025 കയറുമ്പോൾ രോഗവുമായിട്ട് കയറത്തില്ല. രോഗവുമായിട്ട് കയറാൻ ദൈവം സമ്മതിക്കത്തില്ല. രോഗശക്തികളെ കർത്താവ് ഇന്ന് ഇവിടെ വെച്ച് തകർക്കുക. അന്ധകാരമാണ് രോഗത്തിനെ കൊണ്ടുവരുന്നതെങ്കിൽ വെളിച്ചം രോഗസൗഖ്യത്തെ കൊണ്ടുവരും. യേശുവിനെ പറ്റി പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു.
ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അങ്ങനെയെങ്കിൽ ഒരു രോഗശക്തിക്കും ഒരു രോഗാത്മാവിനും നിങ്ങളെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഞാൻ കാണുന്ന ഈ കാലിൽ ഈ വാദവുമായിട്ട് ബന്ധപ്പെട്ട് കാലിങ്ങനെ നടക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ട് പറ്റാത്തൊരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഇനി നിന്റെ ജീവിതകാലം മുഴുവൻ ഞൊണ്ടി നടക്കേണ്ടി വരുമെന്ന് പിശാച് പറഞ്ഞുവെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ യേശുവിൻ്റെ തിരുമുറിവിൽ ആ കാലുകളുടെ മേലേക്ക് വലിയ സൗഖ്യം വ്യാപരിക്കുക. ഇപ്പോൾ ഈ നിമിഷം തന്നെ കൈയെടുത്ത് വെച്ച് കൈ എടുക്കുമ്പോൾ വേദന അവിടുന്ന് മാറിയിരിക്കും ഉറപ്പാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുക. ആമേൻ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുക. 1983 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, തല ഇങ്ങനെ തൊടുന്നതായിട്ട് കർത്താവിനൊരു കാഴ്ച കാണിക്കുകയാണ്. എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു വാക്ക് പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഇങ്ങനൊരു വാക്ക് ആ മകൾ ഉപയോഗിച്ചു. എൻ്റെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോവുകയെന്ന് മറ്റൊരു വ്യക്തിയോട് പറയുന്നൊരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ തല പോകുന്നൊരു വിഷയത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക, അല്ലാത്ത അസ്വസ്ഥതയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വ്യക്തിയോട് പറയുന്നൊരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. ഈ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് എന്നെ പറയാൻ പറഞ്ഞു, ഇല്ല, നിൻ്റെ തല പോകുന്ന വിഷയമാണെങ്കിൽ പോലും കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ വലിയ പ്രവർത്തികളെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതാരാന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകാശമാക്കുകയാണ്. ഇരുളിൻ്റെ അകത്തല്ല നമ്മൾ നിൽക്കുന്നത്, വെളിച്ചത്തിൻ്റെ അകത്താണ്. ഇരുൾ അതിനെ പിടിച്ചടക്കും. ഇരുൾ അതിനെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. വെളിച്ചം അതിനെ എന്ത് ചെയ്യും? പിടിച്ചടക്കും. വെളിച്ചം പിടിച്ചടക്കും. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് ഞാനൊരു കാഴ്ച കാണിക്കുകയാണ്. ഈ തത്തയുടെ പടം, ഒരു ചിത്രം വീടിൻ്റെ ചുവരിൽ, അതായത് കയറി വരുന്ന വീടിൻ്റെ അകത്തൂടെ ഒരാൾ പ്രവേശിച്ചാൽ വലത് കൈ ഇങ്ങനെ ചൂണ്ടെന്ന് കൊടുത്ത്, അതായത് ആ സൈഡിലെ ഭിത്തിയിൽ ഒരു തത്തയുടെ ചിത്രം, തത്തയുടെ ഒരു സീനറിയാണത്, അതിൻ്റെ ഒരു തത്തയുടെ ചിത്രമുള്ള ഒരു വീട് കർത്താവ് എന്നെ എടുത്തു കാണിക്കുകയാണ്. ഇന്ന് ആ വീടിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി, ഒരു അടയാളമാണ്. ഞാൻ ഈ ഭവനത്തിൻ്റെ അകവശമാണ് ഞാൻ കാണുന്നത്. ആ വീടിൻ്റെ മേലൊരു പ്രവൃത്തി ഞാൻ കാണുന്നു. എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ 2 കുരുക്കുകൾ ആ വീടിൻ്റെ അകത്തുനിന്ന് അഴിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ മരണശക്തികളെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്നതായിട്ടും കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച. ഉയരാൻ കഴിയാതെ വണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ കമ്പയർ ചെയ്യുന്ന രീതിയിൽ നിൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ, നിൻ്റെ കുടുംബം എന്താണ് ഇങ്ങനെ എന്ന് എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവം വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, അതാരാന്ന് വെച്ചാൽ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോ നന്ദി കർത്താവേ. സിസ്റ്ററുടെ വീടാണ് ഈ പറഞ്ഞ അടയാളം ഉള്ളത്? ഈ ചിത്രമുള്ള സിസ്റ്ററുടെ വീടാണോ? ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഇന്ന് കുടുംബത്തെ ഞാനിങ്ങനെ പല ഭവനങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വീടിൻ്റെ അകം എങ്ങനെയിരിക്കുന്നു എനിക്കറിയത്തില്ല. നിങ്ങൾ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭവനങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക, വ്യക്തികളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. 2025 പരാജയത്തിൻ്റെ വർഷമല്ല, നിന്ദയുടെ വർഷമല്ല. 2025 ദൈവത്താലുള്ള അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുവാനും കേൾക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കുന്നല്ലപ്പം. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പോൾ, അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പോൾ. ആമേൻ. ഇന്ന് കർത്താവിൻ്റെ വലിയ മഹത്വത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികൾ കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി. ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു ഭവനത്തിൽ ഒരു മകളുമായി ബന്ധപ്പെട്ട്, ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമുണ്ട്.
കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അയക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഞാനൊന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ 2025 എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എണീറ്റ് പ്രകാശിക്കുക എന്നൊന്ന് പറ. 2025 എണീറ്റ് പ്രകാശിക്കുന്ന വർഷമാണ്. അപ്പോൾ ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ. പുതിയ വർഷം എണീക്കുമ്പം ഞാൻ ഈ വർഷം പ്രകാശിക്കും. ഇനി എണീക്കുക എന്നുള്ള വാക്ക് നിങ്ങളിനി ഉപയോഗിക്കേണ്ട. എണീക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. വചനം പറയണം, കോംപ്രമൈസ് ചെയ്യല്. എൻ്റെ ഭവനത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ജാതികൾ ഇന്ന് ഇരുട്ടിലിരിക്കുമ്പോൾ, ഇന്ന് അന്ധകാരം ഭൂമിയെ മൂടുമ്പോൾ എൻ്റെ മേലോ യേശുവിൻ്റെ വെളിച്ചം ഉദിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ എണീക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. ഈ വർഷം എൻ്റെ പ്രകാശത്തിൻ്റെ വർഷമാണ്, ഞാൻ പ്രകാശിക്കുന്ന വർഷമാണ്, ലോകത്തിൻ്റെ വെളിച്ചമെന്ന് നാട്ടുകാരെന്നെ പറ്റി പറയാൻ വേണ്ടി പോവാണ്. ഞാൻ തകർന്നവനല്ല, നിന്നെയും പരിഹാസം ഏക്കേണ്ടവനല്ല, വെളിച്ചത്തിൽ എന്തെല്ലാം ഉണ്ട്. നമ്മളതാ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഈ വചനം മുഴുവൻ നമ്മൾ ധ്യാനിക്കും. വെളിച്ചത്തിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെയും നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ വേലയിൽ 2025 പുതിയ വർഷം കയറുമ്പം ഫെബ്രുവരി നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും ഇന്നെനിക്കറിയാം കുറേ ആൾക്കാരൊക്കെ പലരും ഇന്ന് ന്യൂ ഇയറിൻ്റെ തിരക്കാണ്. പക്ഷെ പ്രാർത്ഥിക്കണം. 25 രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരണം. അവരോട് പറയണം, യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ രോഗം യേശു വഹിച്ചത്. നീ രോഗിയായിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നീ എണീറ്റ് പ്രകാശിക്കേണ്ട വർഷമാണ്. നീ യേശുവിൻ്റെ മകളാണ്, യേശുവിൻ്റെ മകനാണെന്ന് പറഞ്ഞോണം. ഈ സമയം നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പം പുതിയ വർഷം കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുമ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞോണം, ഒറ്റ പൈസ ഹോസ്പിറ്റലിലോ ഒറ്റ പൈസ പാഴായി പോകത്തില്ല. 1 രൂപ പോലും ഞാൻ കർത്താവിൻ്റെ വായിലിൽ വിതയ്ക്കാൻ വേണ്ടി പോവാണ്. ഒരു കള പോലും അതിൻ്റെ അകത്ത് കയറത്തില്ല, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവരെല്ലാം റെഡിയായി. ഈ വർഷം ഞാൻ കൊടുക്കുന്ന വർഷമാണ്. കൊടുക്കുന്ന വർഷം മാത്രമല്ല, വിതച്ചെടുക്കുന്ന വർഷമാണ്. വിത്ത് വിതയ്ക്കുകയും കൊയ്തെടുക്കുകയും ചെയ്യുന്ന വർഷമാണ്. പറയണം, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, 1 പൈസ പോലും പാഴായി പോകത്തില്ല. ഈ വർഷം പുതിയതായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചോണം. ഈ പ്രാവശ്യം അങ്ങനെ എപ്പോഴും ഞാൻ പറയാറില്ലല്ലേ, പക്ഷേ ഈ പ്രാവശ്യം പറയണം, പുതിയ വർഷമാണ്. കർത്താവിൻ്റെ വേലയിൽ വിതച്ച് ഈ വർഷത്തേക്കുള്ള കൊയ്തോണം. ഈ ദിവസങ്ങളിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഒന്ന് പ്രാർത്ഥിക്കണം. പുതിയ നന്മകൾ എനിക്ക് വേണം. അല്പത്തിൽ വിശ്വസനായി ബിസിനസ്സുകൾ ആരംഭിക്കണം. ചെറിയൊരു സംരംഭമൊക്കെ തുടങ്ങുന്നേ കോടികൾ എടുത്തിടാതെ, ലക്ഷങ്ങൾ കടം, 1 പൈസ പോലും കടം മേടിച്ച് ഒരു ബിസിനസ്സും ചെയ്യരുത്. ഉള്ളത് കൊണ്ട് അല്പം എടുത്തൊന്ന് വിതയ്ക്ക്. അല്പത്തിലൊന്ന് വിശ്വസ്തനാകുക, ദൈവം വർദ്ധിപ്പിക്കും. വായ്പ മേടിച്ച് നമുക്ക് ടെൻഷൻ കൂടുതലായിരിക്കും, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. വേണ്ട, അല്പത്തിലൊന്ന് തുടങ്ങുക. ഈ വർഷം ഈ പറഞ്ഞ പോലെ ജാതികളുടെ സമ്പത്ത് എൻ്റെ ഇടയിലേക്ക് വരുന്ന വർഷമാണ്. സമുദ്രത്തിലെ നന്മ എൻ്റെ ഇടയിലേക്ക് വരുന്ന വർഷമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ, കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരു നാളും നശിച്ചു പോകത്തില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ഹോളുകളൊക്കെ ദൈവകൃപയാൽ ബുക്ക് ചെയ്തു. കൊല്ലത്ത് നമ്മൾ ഹോള് ബുക്ക് ചെയ്തു, ഓഡിറ്റോറിയം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ വരും. നമ്മൾ കോട്ടയത്ത് ഓഡിറ്റോറിയങ്ങളൊക്കെ ബുക്ക് ചെയ്തു. എറണാകുളത്ത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ദൈവകൃപയാൽ 2024 തീരുന്നത് തന്നെ എല്ലാ ഹോളും ബുക്ക് ചെയ്യാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ ഇനി മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയാൽ മാത്രം മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എത്ര പേർക്ക് വേണേലും വരാം. നമ്മളെല്ലാ ഹോളും എനിക്ക് തോന്നുന്നത് 1000 പേർ അടുത്തിരിക്കാൻ പറ്റുന്ന ഹോളുകളാണ് എല്ലാം ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ലാവിഷായിട്ട് നിങ്ങൾക്ക് എന്ത് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാം, അതിൻ്റെ അകത്ത് ഇരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ നിമിഷം കൈവച്ച് വേദനയുള്ള ഭാഗത്ത് പറ, 2025 എനിക്ക് പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ വെളിച്ചമാവരുണ്ട്, രോഗമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ തലമുറ ഊനമില്ലാത്ത തലമുറയെ തരുമെന്ന ബൈബിൾ പറഞ്ഞത്. അപ്പോൾ കർത്താവ് എന്തായാലും കള്ളം പറയത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവം കള്ളം പറയത്തില്ലെങ്കിൽ ഞാൻ ഇത് വഹിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബത്തിൽ വെളിച്ചത്തിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ഇതാണ് എൻ്റെ അവകാശം, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എന്ന് എണീക്കുക എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊരു വ്യത്യാസം വരണം. കിടന്നുറങ്ങുന്നവൻ മടിയനാ, എണീക്കുന്നവൻ ഊർജ്ജസ്വലമുള്ളവനാ, അധ്വാനശീലനാ. ഒന്ന് എണീറ്റൊന്ന് ആക്റ്റീവായിക്ക്.
ഓ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ് കിടക്കാതെ ചാടി എണീക്കണം. യേശുവിൻ്റെ നാമത്തിൽ 2025 എൻ്റെ വർഷമാണ്. 2025 എൻ്റെ ഉയർച്ചയുടെ വർഷമാണ്. ഐ ബ്ലെസ്സിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ അനുഗ്രഹമായി തരും. അനുഗ്രഹമായി, ഞാൻ പറഞ്ഞില്ലല്ലോ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ആ വലിപ്പം നോക്കിയിട്ട്, ആ വിഷയത്തെ നോക്കിയിട്ട് പറയും, ഇതെന്നെ ചെറിയ വിഷയമാ, ഞാൻ ഇതിൻ്റെ അകത്ത് അത്ഭുതം കാണുക തന്നെ. മരിച്ചയാളെ പേര് വിളിച്ച് എണീപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഞാൻ ബന്ധനത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ പോരാട്ടത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ പിശാചിൽ വിശ്വസിക്കുന്നില്ല, അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നില്ല. പകരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഒരിക്കലും ഒരു ദോഷവും എൻ്റെ പേരക്കകത്ത് കയറാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ യേശു അത്ഭുതമാണ്. ഓ, താങ്ക് യു ജീസസ്. ാണ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ നമ്മുടെ എൻ്റെ മൈക്ക് ഒന്ന് കട്ടായി. ഒരു സെക്കൻഡ്. ഓക്കെ, ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, പിന്നെ ഇവിടെ കട്ടാകുന്നുണ്ടല്ലോ. ഓക്കെ, സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു സാമ്പത്തിക കുരുക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു സുഹൃത്ത് മുഖേന ഉണ്ടാവുന്നത്. അത് ബ്രദറെ, പിന്നെ ഞാനത് ഏറ്റെടുക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറേ പൈസ ഏൽപ്പിച്ചിരുന്നു ബാങ്കിൽ ഇടാനായിട്ട് പലപ്പോഴായിട്ട്. അപ്പോൾ അത് ഞാൻ ബാങ്കിലിട്ട് ആ ബാങ്ക് ഇപ്പോൾ പൊളിഞ്ഞു. ആ ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹൃത്ത് എനിക്ക് ഭയങ്കര പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ്, പൈസ മേടിച്ചെടുക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ആ കാര്യത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ആ സുഹൃത്തിന്റെ പേര് SC സോബി എന്നാ സുഹൃത്തിന്റെ പേര്. ഏറ്റെടുത്ത ബ്രദർ, ഇന്നൊരു അത്ഭുതം, ഇന്ന് ആ ബന്ധനം ഇന്ന് പൊട്ടിയിരിക്കുന്നു കേട്ടോ. ആമേൻ 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടെന്ന് ബ്രദർ പറഞ്ഞില്ലേ, അത് ഞാൻ ഏറ്റെടുക്കുന്നു. അതെ, അത് എത്ര പെട്ടെന്ന് കൊടുക്കാൻ കർത്താവ് നമുക്ക് സാധിച്ചിരുന്നു 2025 തുടക്കത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സഹായിക്കുന്നു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ട്? ബ്രദറെ, ഒരു ആലോചന പറയട്ടെ. ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിൽ കൊണ്ടുവച്ച കുരുക്കെന്ന് പറഞ്ഞില്ലേ ബ്രദറെ? സിസ്റ്ററുടെ അവസ്ഥയാണോ? അതെന്റെ വസ്തുവായിരുന്നു. അത് ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിൽ കൊണ്ടുവച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. ഇപ്പൊ അത് കേസിൽ പെട്ട് കിടക്കുക. ഇന്ന് അത് അത്ഭുത സിസ്റ്റർ. ഇന്ന് അതിന്റെ മേൽ വലിയ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. അത് കുരുക്കഴിച്ച് കർത്താവ് വേറത്തിലേക്ക് തരും. പറഞ്ഞു ആലോചന പറഞ്ഞിരുന്നല്ലോ, എന്ന് പറയുന്ന വ്യക്തിയുടെ കുരുക്കിൽപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക അതായിട്ട്. അത് എൻ്റെ മോനെ കളിപ്പിച്ചുകൊണ്ട് പോയതാണ് ലോൺ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞത്. S എന്നാണ് പേര്, ശ്രീകുട്ടൻ എന്നായിരുന്നു അമ്മാന്റെ പേര്. രണ്ടാമത് ഷാനു എന്ന് പറയുന്ന അല്ലാതെ വേറൊരു വ്യക്തിയുണ്ട്. ഇതുമൂലമാണ് ഞങ്ങൾക്ക് വലിയ കടഭാരത്തിൽ വീണ് പോയത്. ഇപ്പോഴും ലോണിലാണ്, അടയ്ക്കാൻ വല്ലാത്ത നിവൃത്തികേടിലും ഒക്കെയാണ്.
അപ്പൊ ആ വലിയ കുരുക്കിന്ന് ദൈവം രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഇന്നോ തീർച്ചയായിട്ടും സിസ്റ്റർ, ഇന്ന് ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്താൽ മതി. കർത്താവ് ഇന്ന് കേട്ടതുപോലെ തന്നെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. അത്ഭുതം നടക്കും കേട്ടോ. ആമേൻ. അതുപോലെ ആമേൻ. ബ്രദറെ എന്റെ മോന്റെ പറഞ്ഞോ. ബ്രദർ, എന്റെ മോന്റെ കണ്ണ് ഒരു കുഴപ്പവും ഇല്ലായിരുന്നതാണ്. വിവാഹാലോചന തുടങ്ങിയപ്പം കടവത്തിന്റെ കെട്ടും വന്നു. ഇപ്പൊ കണ്ണ് നേരെ ആവുന്നില്ല. ആ കണ്ണ് കൊങ്ങണ്ണ് പോലായിപ്പോയി. വല്ലാത്ത ടെൻഷൻ കാരണം ഇപ്പൊ ഒരു തരത്തിൽ അത് നേരെ ആവുന്നില്ല. അത് കർത്താവ് ഹീൽ ചെയ്യാനായിട്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. മോന്റെ ഭാവിയാണ്. ഇല്ല സിസ്റ്റർ, ഇന്ന് മുതൽ കൈവച്ച് പറഞ്ഞു, കർത്താവിൻ്റെ തിരുമുറിവിനാൽ അവിടെ ദിവ്യ ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പോൾ മുതൽ ആ കണ്ണ് ശരിയായിട്ട് വരും കേട്ടോ. ആമേൻ. സ്തോത്രം. ആമേൻ. പറഞ്ഞോ. ബ്രദർ പറഞ്ഞ തങ്കച്ചന്റെ മൂത്ത മകള് ഞാനാണ് ബ്രദർ. തങ്കച്ചെന്നുള്ള ആളുടെ അല്ലേ ഏറ്റെടുത്തോ സിസ്റ്ററെ? ആലോചന ഏറ്റെടുത്തോണം, ആ പ്രവചനം ഏറ്റെടുത്തോണം. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവാ കേട്ടോ. പറഞ്ഞോ. അതെ, മോളുടെ ഗോൾഡ് ഇങ്ങനെ വെച്ചിട്ട് ഭാരപ്പെടണമെന്നാണ്. ഒത്തിരി വർഷമായി മോളുടെ ഗോൾഡ് വാങ്ങി ഞാൻ വെച്ചിട്ട് എനിക്ക് അത് എടുപ്പിച്ചു കൊടുക്കാനും പറ്റുള്ള പലിശ വരുമ്പോ ഞാൻ മറിച്ച് കൂട്ടിക്കിട്ട് വെച്ച് കൊടുക്കണം. ആ വിഷയം ഇപ്പൊ പ്രാർത്ഥിച്ച് പറഞ്ഞല്ല ആലോചന ഏറ്റെടുത്തു സിസ്റ്റർ. ഞാൻ പറഞ്ഞ ഒരേ ആലോചന ഒരേപോലെ ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ വലിയ പ്രവർത്തികളെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് രോഗം സൗഖ്യമായവർ, വേദന വിട്ടുമാറിയവർ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എന്റെ വലത്തെ സൈഡ് പെൽവിക്കിന്റെ ബോണിന്റെ അടുത്ത് ഭയങ്കര സിവിയർ പെയിൻ ആയിരുന്നു. ഉച്ചക്ക് ഞാൻ വീട്ടിന്റെ അടിപ്പിണരാലെന്ന് പറഞ്ഞ് സൗഖ്യം വന്നിരിക്കുന്നു, പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ കൈ വെച്ച് നന്നായി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നല്ല കുറവുണ്ട് വേദന. ആമേൻ. ആ വേദന മാറിയിട്ടുണ്ടോ അവിടെ നിന്നല്ലേ? ആമേൻ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. പ്രേമകളുടെ മേൽ കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനും നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, കഴിഞ്ഞ 2023 ഡിസംബർ 31 നമ്മുടെ പ്രാർത്ഥനയിൽ ബ്രദർ പറഞ്ഞിരുന്നു, ഓരോരുത്തരെയും പേര് വെച്ച് പ്രാർത്ഥിച്ചപ്പം ബ്രദർ പറഞ്ഞിരുന്നു സുനിക്ക് 2024 ഒരു ഭവനം ഒരുങ്ങുമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഭവനം ഒരുങ്ങിയില്ലെങ്കിൽ ഒരു ഭവനം വെക്കുവാനുള്ള 10 സെന്റ് സ്ഥലം വാങ്ങിക്കുവാൻ എനിക്ക് ദൈവം വഴിയൊരുക്കി തന്നു. കഴിഞ്ഞ ദിവസം ബ്രദർ ആലോചന പറഞ്ഞു, സുനിയെ ദൈവം തൊടുന്നു, കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുന്നു. ബ്രദർ, അന്നായിരുന്നു എനിക്ക് വസ്തുവിന്റെ എഴുത്ത് നടത്താൻ അന്നായിരുന്നു പറ്റിയത്. പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. കാരണം ഒരുപാട് പേരിങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് ഉള്ള അവസരം കിട്ടിയില്ലായിരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു, പ്രാച്യ ബ്രദറോടുള്ള നന്ദി പറയുന്നു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യത്തിന് രക്ഷപ്പെടാം. കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റർ പേര് വെളിപ്പെടുത്തിയിട്ട് അന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടായ കാര്യം നമ്മളന്ന് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അന്ന് കർത്താവ് ഒരു ഭവനം തരുമെന്നൊരു ആലോചന വന്നു. അപ്പോൾ ഭവനത്തിന് വേണ്ടിയുള്ള സ്ഥലം, അത് തന്നെ വലിയൊരു സാക്ഷ്യം. ആ സ്ഥലം 1 വർഷം കൊണ്ട് തന്നെ ആ സ്ഥലം മേടിക്കുവാനും അത് രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ ആദ്യ പടിയിലേക്ക് പ്രവേശിക്കുവാനും കർത്താവ് സഹായിച്ചു. അങ്ങനെയെങ്കിൽ 2025 അത് കംപ്ലീറ്റ് ചെയ്യുന്ന വർഷമാണ്. ഭവനത്തിൻ്റെ കയറി താമസിക്കുന്ന വർഷമാണ്. അത് എന്നാ പ്രതിസന്ധി ഉണ്ടെങ്കിലും നടന്നിരിക്കും. കർത്താവിൻ്റെ ഈ പ്രാവശ്യം പറഞ്ഞോളാം, ഞാൻ പ്രകാശിക്കുന്ന വർഷമാണ്. അനേകർ പ്രകാശം കാണുന്ന വർഷമാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? കാര്യം പറഞ്ഞു, എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇന്നലെ പറഞ്ഞ സിവിയർ പെയിൻ ആയിരുന്നു, ബോണറ്റ് തൊടാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ ബ്രദറിനോട് എന്റെ മോഡൽ വിസയുടെ കാര്യം പറഞ്ഞിരുന്നു, അതും ശരിയായി ബ്രദറെ. ആമേൻ. ഇപ്പൊ സിസ്റ്റർക്ക് വേദന ഇല്ല, അവിടെ പൂർണ്ണ സൗഖ്യമായി. അതെ, പൂർണ്ണ സൗഖ്യമായി. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയത് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥനയ്ക്കുണ്ട് കേട്ടോ. എറണാകുളത്തേക്ക് പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. എനിക്ക് മറ്റോണം മെസ്സേജ് ഒന്നും ചെയ്യാൻ അറിയില്ല, ഞാനതായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഇഷ്ടം. നമ്മുടെ സ്ഥലമൊക്കെ അറിയാലോ, അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ, എറണാകുളത്തേക്ക്. ശരി. പറഞ്ഞു. ഞാന് എന്റെ എസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മുഖാന്തരം കടം വന്ന കാര്യം പറഞ്ഞത്. അത് എസ് എന്ന് പറഞ്ഞ വ്യക്തി സുമ എന്ന് പറഞ്ഞതാണ്. അങ്ങോരെ മകന് ഗൾഫിൽ പോവാനായിട്ട് ഒരു പവന്റെ കമ്മലും കൊടുത്തു, കാശും പലിശക്കൊക്കെ മേടിച്ചു കൊടുത്തു. ആളിപ്പോ തരണില്ല. അപ്പൊ ഞാനിത് ഏറ്റെടുക്കുന്നു.
ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യും. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് നിർത്തുവാണ് കാര്യം. ഇതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറൊരു പ്രോഗ്രാം എനിക്കുണ്ട്. എങ്കിലും നമുക്ക് നാളെ വരും ദിവസങ്ങളിലൊക്കെ വലിയ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന വർഷവും സമയങ്ങളുമാണ്. ഇപ്പം ഞാൻ തൽക്കാലം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്യുന്ന പുതിയ വർഷം പുതിയ ആരംഭമല്ല. നമ്മളെല്ലാ ദിവസവും അനുഗ്രഹത്തിലാണ്. പക്ഷേ ഈ ആരംഭത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. പുതിയ വർഷത്തോട്ട് കയറുമ്പോൾ പ്രകാശിക്കുന്ന വർഷമാണിത്. പ്രകാശത്തിൻ്റെ വർഷമാണ്. നിങ്ങളെ കണ്ട അനേകർ പറയാൻ വേണ്ടി പോവാണ് യു ആർ ദ ലൈറ്റ് എന്ന് പറയുന്ന വർഷമാണ്. നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കെല്ലാം മ്യൂട്ട് ചെയ്താട്ടെ. ഞാൻ ലൈവ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും ഇന്ന് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. 2025 എൻ്റെ പ്രകാശത്തിൻ്റെ വർഷമാണ്, എൻ്റെ അത്ഭുതത്തിൻ്റെ വർഷമാണ്, എൻ്റെ ഉയർച്ചയുടെ വർഷമാണ്. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ